കപ്പ നമ്മൾ വേവിച്ചെടുത്ത് മാറ്റി വെച്ചു. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. തീ കത്തിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കേട്ടോ. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ കടുക്, കുറച്ച് കടുക്, കുറച്ച് ജീരകം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുരിയട്ടെ. കടുക് ഇതൊക്കെ പൊട്ടി തുടങ്ങി. ഇപ്പൊ നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സവാള ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. സവാള എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. മൂടി വെച്ച് വഴട്ടായി വരണ്ട് വരട്ടെ. വരണ്ട് വരുന്നുണ്ട്. നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് കേട്ടോ. വഴണ്ട് ഒരു ചെറിയ ഇതായിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകും ഇതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തീ ഒന്ന് കുറച്ചിട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു. എന്നിട്ട് ഇതൊന്ന് അവിടെ കിടന്ന് മൂക്കട്ടെ. ഒന്ന് മൂത്ത് വരട്ടെ. കാരണം നന്നായിട്ടൊന്ന് മൂക്കാനുണ്ട് ഇത്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് വീഴാനുള്ള സാധനങ്ങൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ അങ്ങോട്ട് ഇടുക. ഇത് ഞാൻ പറഞ്ഞില്ല, മിസ്സായി പോയി. മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇത്രയേ ഉള്ളൂ. കുറച്ച് ടേസ്റ്റിന്, ഒരു മണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ തോനെ ഇട്ടത് കേട്ടോ. നിങ്ങൾക്കുള്ള ആവശ്യത്തിന് ഇട്ടോ. നിങ്ങൾ ഇടുവാണെങ്കിൽ അവരവരുടെ ആവശ്യത്തിന് ഇട്ടോ. അപ്പം ഞങ്ങൾ ഇച്ചിരി എരിവ് കൂട്ടുന്ന പറയുന്നത് കുറച്ച് എരിവ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് നന്നായിട്ട് ഇതാവട്ടെ. ഇതൊന്ന് അടച്ചു വെച്ച് അതിന്റെ പച്ചമണം ഒന്ന് പോകുന്നവരൊന്ന് വെച്ചേക്കണം. അപ്പൊ അടച്ചു വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് അടച്ചു വെച്ചാൽ കുറച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കാം. ഇപ്പൊ നമുക്ക് കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പ നന്നായിട്ട് കപ്പ ഫുള്ള് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അത്രയൊക്കെ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൊളിച്ചേനെ. ചിക്കൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. പിള്ളേർക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിള്ളേർക്ക് വേണ്ടി, എനിക്കിങ്ങനെ ഉണ്ടാക്കാനൊന്നും പാചകമൊന്നും അറിയില്ല. എന്താ അമ്മയാണ് ഉണ്ടാക്കുന്നതൊക്കെ. യൂട്യൂബിൽ ഓടെ വേണ്ടി. അങ്ങനെ നമ്മുടെ കപ്പ ഉണ്ടാക്കി. കുറച്ച് ഉപ്പ് തികയാത്ത പോലെ തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പുപൊടി ഇടുവാണേ. ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കമന്റ് ഇടാൻ മറക്കല്ലേ കേട്ടാ. പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ഇടൂ, എല്ലാം ചെയ്യണം.